ഓടിപ്പടച്ച് ഞാനും വിനീഷ് ചേട്ടനും ഈ പായുന്നത് വിപിൻ ചേട്ടന്റെ വീട്ടിലേക്കാണ്. എന്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന വിപിൻ ചേട്ടന്റെ വീടിന്റെ പാലുകാച്ചാണ് നാളെ. തലേ ദിവസം തന്നെ കുറച്ച് കലാപരിപാടികളോട് അവിടെ ചെയ്തു തീർക്കാനുണ്ട് സുഹൃത്തുക്കളെ. ചെന്ന് കയറിയപ്പോ തന്നെ വിപിൻ ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ചേട്ടന്റെ വീട്. നാളത്തേക്കുള്ള കുറച്ച് അറ്റകുറ്റകൾ പണികൾ ചെയ്ത് തീർത്തിട്ട് നമ്മളിന്ന് കിടക്കുന്നത് കേട്ടോ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 5 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട് വന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പേ 45 കിലോ ചിക്കനാണ് ബംഗാളി വെട്ടി അറിയുന്നത്. നേരെ വിട്ടിട്ടാ വിപിൻ ചേട്ടന്റെ വീട്ടില് ഇന്ന് ഒരുപാട് അതിഥികള് വിപിൻ ചേട്ടന്റെ വീട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ ഷോറൂമിൽ നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. രമേശേട്ടന്റെ കടയിൽ നിന്നാണ് തുണി മേടിച്ച് എന്ന് ചോദിക്കുമ്പോലെ 3 പേരും ഒരേ കളർ തുണിയാണ് ഇട്ടിട്ട് പാല് കാച്ചിന് വന്നു. പാല് കാച്ചി വരുന്നത് 11 മണിക്കാണ്. 11 മണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ. ഇന്നലെ രാത്രി മുതൽ ഇന്നീ നേരം വരെയും ഞാനും വിനീഷേട്ടനും വിപിൻചാന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പാല് കാച്ചൽ കർമ്മങ്ങൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായ ഒരു വീട്. ഇന്ന് ആഗ്രഹം നിറവേറുകയാണ്. ഒത്തിരി സന്തോഷത്തിലാണ് ആ കുടുംബവും പിന്നെ നമ്മളും. പാല് കാച്ചിൽ കഴിഞ്ഞ ഉടനെ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ. ഒരു സന്തോഷമുള്ള ദിവസം ഇങ്ങനെയാണ് തീർന്നത്. ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.